ഹലോ മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഒരു പുതിയൊരു വർഷത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് പല ആൾക്കാരും പല ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കാറുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഓക്കെ, അപ്പം ഈ റെസൊല്യൂഷൻസ് ഇപ്പോൾ ചിലപ്പോൾ ആദ്യമായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടാകും, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആയിട്ട് എടുത്തിട്ടുണ്ടാകും. അതിൽ എത്ര പേർക്കാണ് നിങ്ങൾ മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഈ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കീപ്പ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? അതായത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടോ? അപ്പോൾ ചില ആൾക്കാർ എടുത്തിട്ടുള്ള റെസൊല്യൂഷൻ നല്ലപോലെ ബോഡി ബിൽഡ് ചെയ്യും. ചില ആൾക്കാർ ഈ വർഷം മുഴുവൻ നന്നായിട്ട് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കാൻ ശീലമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കും, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യും. ചില ആൾക്കാർ എടുത്തിട്ടുണ്ടാവുക നന്നായിട്ട് പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കും. അങ്ങനെ കുറേ റെസൊല്യൂഷൻസ് എടുത്തിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ മുന്നേ എടുത്തിട്ടുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളത് കൂടെ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഒരു പുതിയൊരു വർഷം, അതായത് 2026 വരുന്ന സമയത്ത് നമ്മൾ ഇതേപോലെ റെസൊല്യൂഷൻസ് ഒക്കെ എടുക്കും. പക്ഷെ എന്തുകൊണ്ടാണ് പല റെസൊല്യൂഷൻസും ഞാൻ കേട്ടിട്ടുള്ളതും എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് റെസൊല്യൂഷൻസ് എടുക്കുമ്പോഴുള്ളൊരു ആവേശം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് കിട്ടാറില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്ക് തുടക്കത്തിലുള്ളൊരു ആവേശം പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്തതാണ്. രണ്ടാമത്തത് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുക, നന്നായിട്ട് പഠിക്കണം, പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ ഫസ്റ്റത്തെ 2 ദിവസമോ അല്ലെങ്കിൽ ഫസ്റ്റത്തെ ഒരാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പിന്നെ അങ്ങോട്ട് ആ ഒരു ഫ്ലോ പോയി, ഒരു മോട്ടിവേഷൻ പോയി, നമുക്കത് ചെയ്യാൻ പറ്റുക അല്ലേ? മെയിനായിട്ട് എന്താ വെച്ചാൽ ഒരു മോട്ടിവേഷൻ പോകുന്നു, ഒരു ആവേശം പോകുന്നു എന്നുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ നിങ്ങളിനി അടുത്തൊരു വർഷത്തിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് കഴിഞ്ഞ വർഷങ്ങളിലോ കഴിഞ്ഞ മാസങ്ങളിലോ ഒന്നും നല്ലപോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതായത് നല്ലപോലെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മളിപ്പോൾ ഓരോ സമയത്തും തീർക്കേണ്ട പോർഷൻസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം, പിന്നെ നമ്മൾ എക്സാംസ്, മോഡൽ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സാം കുറച്ചുകൂടി കോൺഫിഡൻ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെ പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഇതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഈ വർഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമുക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ, നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ആവേശം കളഞ്ഞു പോകുന്നു, ഒരു മോട്ടിവേഷൻ കളഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളുടെ എക്സാമിനറുടെ ക്രാഷ് ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസിപ്ലിൻ ആണ് ഇല്ലാത്തത്, അല്ലെങ്കിൽ എന്താ പറയുക, പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നതാണ് നിങ്ങളുടെ പ്രശ്നം, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ച് നമ്മളുടെ എക്സാമിനറുടെ ക്രാഷ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഇത് എന്തുകൊണ്ടാണ് മിസ് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം നമ്മളുടെ എക്സാമിനറുടെ ടൈം ടേബിൾ ഉണ്ട്. അപ്പോൾ ആ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പം പെട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നു അവിടെ ഒരു മോട്ടിവേഷൻ നഷ്ടപ്പെടുമ്പോൾ അപ്പം നിങ്ങൾ ഓർമ്മിപ്പിച്ചോളൂ. നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ആയിട്ട് മെസ്സേജ് വരുന്നുണ്ടാവും, ഇന്ന് ക്ലാസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത് കാണണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെസ്സേജുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അഥവാ മോട്ടിവേഷൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പോലും അത് റീഗെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. സോ നമ്മൾ ഏതൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് 21 ഡേയ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ഹാബിറ്റായിട്ട് മാറുമെന്നാണ് പറയാം. അപ്പം നിങ്ങൾക്കും അതേപോലെ ഇപ്പം നമ്മുടെ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തുടർച്ചയായിട്ട് നിങ്ങൾ ഈ കാര്യം നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് അത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയെടുക്കാൻ ആഗ്രഹിച്ച ഒരു കാര്യം നിങ്ങൾക്ക് ഈ ക്രാഷ് ബാച്ചിലൂടെ നേടിയെടുക്കാനും, പിന്നെ നിങ്ങളുടെ പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ ഡിസ്കഷനും വർക്ക്ഷീറ്റും അതേപോലെ തന്നെ നമ്മളുടെ മോഡൽ എക്സാംസും ഒക്കെ വെച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാനും അത് കഴിഞ്ഞ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനും ഒക്കെ ഉള്ള സമയം ഉണ്ടാകും. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ആ ഒരു രീതിയിൽ ഏറ്റവും ഒരു നല്ല തുടക്കത്തോടു കൂടി തന്നെ നമ്മുടെ 2026 സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ.